ഹായ് ഫ്രണ്ട്സ്, കേരള PSCയുടെ 10th ലെവൽ എക്സാമിന് അതുപോലെ തന്നെ LDC 2024 10 മാർക്ക് PSCയിലുണ്ട്. 10 മാർക്കുണ്ട് PSCയിൽ. ആ 10 മാർക്ക് എങ്ങനെ കിട്ടും? നിങ്ങൾ സാധാരണ വിചാരിക്കുന്നത് പോലെ ഹിസ്റ്ററിയിലോ ജോഗ്രഫിയിലോ കിട്ടുന്നതിനേക്കാൾ 10th ലെവൽ എക്സാമുകളുടെ കാര്യമാണ് പറയുന്നത്. എളുപ്പമാണ് യഥാർത്ഥത്തിൽ ഇംഗ്ലീഷിൽ മാർക്ക് കിട്ടാൻ. നമുക്കതിനോടൊരു ഭയമാണ്. അപ്പോൾ രണ്ട് തരത്തിലാണ് നിങ്ങൾ ഇംഗ്ലീഷ് ഒട്ടും അറിയില്ലെങ്കിൽ പഠിക്കേണ്ടത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുക്കുക, അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടെത്തുക, ഒപ്പം അതിനോട് ബന്ധപ്പെട്ട റൂളും പഠിക്കുക. അങ്ങനെ ഒരു 9-10 ചോദ്യപേപ്പർ കഴിയുമ്പോൾ തന്നെ ഏകദേശം ഈ എല്ലാ റൂളുകളുമായിട്ട് നമുക്കൊരു ചെറിയ ധാരണ വരും. നമ്മൾ അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 6ഓളം വീഡിയോ ചെയ്തിട്ടുണ്ട്, ചോദ്യപേപ്പറുകൾ മാത്രം ആസ്പദമാക്കിക്കൊണ്ട്. ഇതൊക്കെ നിങ്ങൾ അറിയുക. അപ്പോൾ ആ 6ഉം ഒരു 4 കൂടി കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ ധാരണ നിങ്ങൾക്ക് കിട്ടും. പിന്നെ മറ്റൊരു രീതി, അതേ വിഷയത്തിൽ വന്ന, ഇപ്പോൾ സിംഗുലർ പ്ലൂരൽ, ആ വിഷയത്തിൽ വന്ന ചോദ്യങ്ങൾ മുഴുവൻ എടുക്കുക, എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ റൂൾ അറിഞ്ഞിരിക്കണം. ഈസി ആയിട്ട് നമുക്ക് അങ്ങനെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈസി ആയിട്ട് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടി നിലവിൽ 6ഓളം ഇംഗ്ലീഷ് PYQs നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സബ്ജക്റ്റ് വൈസ് ആയിട്ട് അതിലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് സിംഗുലർ പ്ലൂരൽ, റിപ്പോർട്ടഡ് സ്പീച്ച്, അങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഭാഗമാണ്. ഈ ക്രാഷ് കോഴ്സ് 90 ദിവസത്തേതാണ്, തീർത്തും സൗജന്യമാണ്. അത് കൂടാതെ നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ 2-3 ദിവസത്തിനുള്ളിൽ വളരെ കുറഞ്ഞ രൂപയ്ക്ക്, വെറും 10 രൂപ എന്ന് പറയാം, ഒരു മാസം 10 രൂപ ചിലവാക്കിയാൽ നിങ്ങൾക്ക് 2020 മുതൽ 2024 വരെയുള്ള മുഴുവൻ ചോദ്യങ്ങളും ക്വിസ് രൂപത്തിൽ, അതായത് ഒരു ചോദ്യം അതൊരു ക്വിസ്സായിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, ക്വിസ് രൂപത്തിൽ കിട്ടാവുന്ന ഒരു ഫീഡ് നമ്മുടെ കയ്യിൽ വരാൻ പോവുകയാണ്. അതിൽ നമ്മൾ കംപ്ലീറ്റ് SCERT നോട്ട്സ് നിങ്ങൾക്ക് കിട്ടും. അതിൽ തന്നെ നിങ്ങൾക്ക് ഡെയിലി പ്ലാൻ കിട്ടും പഠിക്കാൻ. ഈ വരാൻ പോകുന്ന ഒക്ടോബറിൽ നടക്കാൻ പോകുന്ന 10th പ്രിലിംസ്, അതുപോലെ തന്നെ ജനുവരിയിൽ നടക്കാൻ പോകുന്ന 10th മെയിൻസ്, പ്രിലിംസും മെയിൻസും വരുന്നുണ്ട്, നിങ്ങൾക്കറിയാലോ. അത് കംപ്ലീറ്റ് PSC എടുത്ത് മാറ്റിയിട്ടില്ല 5ഓളം തസ്തികകളിലേക്ക്. അതിനൊരുങ്ങുന്നവർക്ക് വളരെ ഗുണം ചെയ്യും. അതുകൂടാതെ ഈ LDCക്കും ഗുണം ചെയ്യും. അപ്പോൾ ഈ LDC 24 വേണ്ടി നമ്മൾ ക്രാഷ് കോഴ്സ് നടത്തുന്നുണ്ട്. അത് ഫ്രീ ആണ്, തീർത്തും ഫ്രീ ആണ്. വീഡിയോ ക്ലാസ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്. അതുപോലെ തന്നെ ആ ക്ലാസ് കാണുന്നവർ ഇതിനിടയിലൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു, നിങ്ങളുടെ അനുഭവം എന്താണ് എന്നുള്ളത്. വീഡിയോ ക്ലാസ് ഉണ്ട്, നോട്ട്സ് ഉണ്ട്, PDF നോട്ട്സ് ഉണ്ട്. അതുകൂടാതെ എന്തുമുണ്ട്, അതിൽ മറ്റേ എന്താ പറയുക, ക്വിസ് ഉണ്ട്, ഡെയിലി ലേണിംഗ് പ്ലാൻ ഉണ്ട്. ഇത് കൂടാതെയാണ് നമ്മൾ തുടങ്ങുന്നത് അടുത്ത 10th പ്രിലിംസ് ആൻഡ് മെയിൻസ്. അതിനൊരുങ്ങുന്നവർക്കായി മുന്നേ ഒരുങ്ങാം, മുന്നിലെത്താം നമുക്കിപ്പോൾ തന്നെ. മാസം വെറും 10 രൂപയ്ക്ക് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബിലുള്ള വീഡിയോ ക്ലാസ്സുകൾ, ആ യൂട്യൂബ് വീഡിയോ ക്ലാസ്സുകൾ ലിങ്ക് തരും, ഒരു ഡെയിലി പ്ലാൻ തരും, അതിൻ്റെ കംപ്ലീറ്റ് PDF നോട്ട് തരും. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാം ഉൾപ്പെടുത്തിയിട്ട്, വീഡിയോയിൽ അതിൽ മാത്രം ഉണ്ടാവില്ല, പ്രധാനപ്പെട്ടത് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇംഗ്ലീഷ് ആണെങ്കിൽ അതിൻ്റെ ഗ്രാമർ ഭാഗം, അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് കംപ്ലീറ്റ് തരും. മാത്സ് ആണെങ്കിൽ അതിൻ്റെ സൊല്യൂഷൻസ് വിത്ത് സൊല്യൂഷൻസ് ഉള്ള നോട്ട് കംപ്ലീറ്റ് തന്നുകൊണ്ടായിരിക്കും. അതായത് 2000 മുതൽ 2024 വരെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ അതിലുണ്ടായിരിക്കും. ആ PDF നോട്ട് ഉണ്ടായിരിക്കും. അന്ന് തന്നെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ടായിരിക്കും. അപ്പോൾ Day 1 നിങ്ങൾ ജോയിൻ ചെയ്താൽ Day 1 ഓരോ ദിവസവും അവിടെ ഒരു ലേണിംഗ് പ്ലാനും എക്സാമും ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് ക്വിസിൽ പങ്കെടുക്കാം, നിങ്ങൾക്ക് ക്വിസുകൾ ക്രിയേറ്റ് ചെയ്യാം. എപ്പോഴും ചോദ്യങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. നമ്മൾ പഠിച്ച ഭാഗത്ത് നിന്ന് നമ്മൾ തന്നെ ചോദ്യങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് നമ്മൾ തന്നെ അതിന് ഉത്തരം എഴുതുക. നമ്മുടെ വിൻഡോസ് കണക്റ്റ് എന്നുള്ള ആപ്പുമായി ബന്ധപ്പെട്ടായിട്ട് ഇരിക്കുക. വെറും 10 രൂപ മാത്രമാണ്. നാളെയോ മറ്റന്നാളോ നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇവിടേക്ക് പോകാം. ഇവിടെ ഇപ്പോൾ നമ്മൾ സാധാരണ സിംഗുലർ പ്ലൂരൽ എന്ന് പറയുമ്പോൾ ബോയ് പ്ലൂരലാക്കാൻ നമ്മൾ ഒരു S ഫോം ചേർത്താൽ മതി, ബോയ്സ് ആയാൽ മതി. ഗേൾ S ഫോം ചേർത്താൽ ഗേൾസ് ആയാൽ മതി. അപ്പോൾ ഒരു കാര്യം കൂടി, ഈ ഫ്രീ ക്രാഷ് കോഴ്സിലേക്ക് ചേരാനുള്ള ലിങ്ക് ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കയറി നോക്ക്, ഗുണകരമാണോ എന്ന് പറയും. അപ്പോൾ ബോയ്സ് ആണ്, ഗേൾസ് ആണ്. ഒരു S ചേർത്താൽ മതി അഡീഷണലായിട്ട്. പക്ഷെ എല്ലായിടത്തും അത് നടക്കുമോ? വൈഫിൻ്റെ പ്ലൂരൽ വൈഫ്സ് അല്ല,
ഇങ്ങനെയുള്ളതാണ് ചോദിക്കുക. ഈ എസ് വെച്ച് ചേർക്കണത് PSC ചോദിക്കില്ല. ചോദിക്കുക എങ്ങനെയാ? ഇത് തെറ്റിക്കുന്ന ചോദ്യം. വൈഫിന് പ്ലൂരൽ വൈഫ്സ് അല്ല. പിന്നെ എങ്ങനെയാ? വൈഫിൽ ഒരു എഫ് ഉണ്ടല്ലോ. ഇങ്ങനെ എഫിലോ ഒരു വാക്ക് അവസാനിക്കുകയാണെങ്കിൽ, സാധാരണയായി എഫിലോ ഒരു വാക്ക് അവസാനിക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ് അതിനെ മാറ്റാൻ. ഇത് PSC ധാരാളം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഈ കാറ്റഗറിയിൽ നിന്ന്. എന്ത് ചെയ്താൽ മതി? ആ എഫിനെ പിടിച്ചിട്ട് വി ആക്കിയാൽ മതി. എഫിനെ പിടിച്ച് എന്താക്കി മാറ്റുക? വി ആക്കുക. എന്നിട്ട് അത് ES കൂടി ചേർക്കുക. അതായത് FO FEO വന്നാൽ നിങ്ങൾ ഒരു VES ചേർത്താൽ മതി. അതായത് ഇവിടെ FO FEO വന്നിട്ടുണ്ട്, അപ്പോൾ വൈഫ്സ് അല്ല, അത് തെറ്റാണ്. ഇവിടെ FE വന്നിട്ടുണ്ട്, ഇതിനെ പിടിച്ചാണ്ട് മാറ്റുക. എന്നിട്ട് നിങ്ങൾ VES ആണ് കൊടുക്കുക, അപ്പോൾ വൈഫ്സ് ശരിയായി. സിമ്പിൾ അല്ലേ? നോക്കൂ, പരീക്ഷയ്ക്ക് വന്നതിൽ നിന്ന് എടുത്തതാണ്. നൈഫ് ഒന്ന് മാറ്റി നോക്കൂ. അങ്ങനെയാണെങ്കിൽ അവസാനം FE ആണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ? ഒരു ലഡു പൊട്ടിയിട്ടുണ്ടാവും മനസ്സിൽ. സിമ്പിളാണ്. ഈ റൂൾ അറിയാത്തവർക്ക്, പലർക്കും റൂൾ അറിയുണ്ടാവും. KNI. ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു VES. FEക്ക് പകരം നമ്മൾ അവിടെ എന്ത് കൊടുത്തു? VES കൊടുത്തു. അപ്പോൾ സിംഗുലർ FEലോ അവസാനിക്കുകയാണെന്ന് വെച്ചാൽ അതിൻ്റെ അവസാനം VES കൊടുത്താൽ മതി. ഇത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി നാളെ നമ്മുടെ ഇംഗ്ലീഷാണ് ക്ലാസ് വരുന്നത്. ഇംഗ്ലീഷാണ് നമുക്ക് ഡെയിലി ലേണിംഗ് പ്ലാനിൽ വരുന്നത്. ഇതിൽ നിന്നൊരു ക്വിസ് ഉണ്ടായിരിക്കും, ഇതിൻ്റെ കംപ്ലീറ്റ് നോട്ട് ഉണ്ടായിരിക്കും നമ്മുടെ ക്രാഷ് കോഴ്സ് കയറി കഴിഞ്ഞാൽ. ഇതുവരെ 1 മുതൽ 22 ദിവസം കഴിഞ്ഞു. നാളെ 23ാമത്തെ ദിവസമാണ്. ആ 22 ദിവസത്തെയുമുള്ള വീഡിയോ ക്ലാസ്സുകൾ, എക്സാമുകൾ, അതുപോലെ തന്നെ അതിൻ്റെ PDF നോട്ടൊക്കെ ഒരൊറ്റ ലിങ്കിൽ ലഭിക്കും. ഒരു ലിങ്കേ ക്ലിക്ക് ചെയ്യേണ്ടുള്ളൂ നിങ്ങൾ. തീർത്തും ഫ്രീ ആണ്. വീണ്ടും ഞാൻ പറയുന്നു. ലൈഫിൽ നമുക്കറിയാം FEയിലാണ് അവസാനിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? FE മാറ്റി. എന്നിട്ട് എന്ത് കൊടുത്തു? VES കൊടുത്തു. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണ്, വൊക്കാബുലറി ബുദ്ധിമുട്ടാണ് എന്നൊക്കെ ആരാണ് ഈ പറയുന്നത്? വളരെ കുറച്ചെണ്ണം ഒന്ന് ബുദ്ധിമുട്ടി പഠിക്കേണ്ടത്. വൈഫോ എളുപ്പമാണല്ലോ അല്ലേ? വൈഫ്സ് ആണ്. VES എടുത്തു. കാഫോ FEയിലാണ് അവസാനിക്കുന്നത്. അവിടെയും നിങ്ങൾ FEനെ പിടിച്ച് മാറ്റി VES കൊടുത്താൽ മതി. കാഫ്സ്. ലീവ്സ്. അപ്പം ഇത് ചെയ്ത് പരിശീലിക്കുക. ഇപ്പം സിംഗുലർ പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ 10-40 ചോദ്യം ഉണ്ടായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പൂളിൽ. അതൊന്ന് 10 ചോദ്യം നിങ്ങൾക്ക് തരിക. അതന്നെ നിങ്ങൾക്ക് നിരന്തരം ചെയ്യാം. അപ്പോൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്കിട്ട് വരും. ഈ റൂളൊന്നും അറിയണ്ട. ഓക്കെ. ഇനി ഓലാണ് അവസാനിക്കുന്നതെങ്കിലോ? ഉദാഹരണത്തിനായിട്ട് ഓൽ അവസാനിക്കുന്നു. ഓയിൽ ആണ് അവസാനിക്കുന്നതെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട. ആ ഓൻ്റെ ഒപ്പം തന്നെ ഒരു ES, സാധാരണ S അല്ലേ ചേർക്കാറ്, ES ചേർത്താൽ മതി. അപ്പോൾ ആലോചിക്കുന്നില്ല, ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ? ബൈ പ്രാക്ടീസ് നിങ്ങൾക്ക് നമ്മുടെ ഡെയിലി ക്രാഷ് കോഴ്സിൽ, നമ്മുടെ ഫ്രീ ക്രാഷ് കോഴ്സിൽ തരുന്ന ആ എന്താ പറയുക ഓൺലൈൻ ക്വിസ് 10-12 പ്രാവശ്യമുണ്ട്. ചെയ്തു നോക്കുക. തന്നെത്താൻ നിങ്ങൾക്ക് കിട്ടും. ആദ്യം വരുന്ന 10 ചോദ്യമല്ല അടുത്ത പ്രാവശ്യം വരിക, പിന്നെ വരുന്ന 10 ചോദ്യമല്ല പിന്നെ വരിക. ചെയ്ത് പ്രാക്ടീസ് ആകുക. ഇതൊക്കെ ഒരൊറ്റ ദിവസം കൊണ്ട് പഠിച്ചെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അധികവും നിങ്ങളുടെ കയ്യിലേക്ക് ഒരു മാർക്ക് വരും. 10 മാർക്കിലാണ് ഒരു മാർക്ക് വരാൻ പോകുന്നത്. അധികവും ചിലപ്പോൾ അത് വരാറില്ല. അങ്ങനെ വൊക്കാബുലറിയിൽ നമുക്ക് മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന ഒരു മേഖലയാണ് സിംഗുലറും പ്ലൂറലും. പൊട്ടാറ്റോ വരുമ്പോൾ എന്താ? പൊട്ടാറ്റോൻ്റെ ഒപ്പം നമുക്കറിയാം ഓലാണ് അവസാനിക്കുന്നത്. അപ്പോൾ ഒരു ES ആയിട്ട് ചേർത്താൽ മതി. പൊട്ടാറ്റോസ്. ടൊമാറ്റോസ്. സിമ്പിൾ അല്ലേ? എത്ര പെട്ടെന്ന് ആ കാര്യം നടന്നു പോകുന്നത്. പൊട്ടാറ്റോസ്, അതുപോലെ ടൊമാറ്റോസ്, ഹീറോസ്, ടോർപിഡോസ് ഒക്കെ ഓല അവസാനിക്കുന്നത്. വീറ്റോസ്. അവിടെ S അല്ല, E ആണ് ശ്രദ്ധിക്കേണ്ടത്. പക്ഷെ ചില എക്സെപ്ഷൻ ഉണ്ടാവും ഇതിന്. അതും കൂടി ഓർത്ത് വെക്കണം. നമ്മളെ അപ്പോൾ ചിറ്റിക്കാൻ വേണ്ടി PSC ഇത് ചോദിക്കും. ഇത് പഠിച്ചാൽ തെറ്റിക്കട്ടെ വെച്ചിട്ട് നമ്മൾ വിട്ടു കൊടുക്കുമോ? അപ്പം എക്സെപ്ഷൻസ് ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. പിയാനോൻ്റെ കാര്യത്തിൽ അതല്ല, അത് പിയാനോസ് തന്നെ. ആഹാ. അതുപോലെ തന്നെ കാൻറ്റോ
കാൻഡോസ് തന്നെയാണ്, വെറുതെ ES ചേർക്കണ്ട. ഫോട്ടോസ് തന്നെയാണ്. സീറോസ് തന്നെയാണ്. എക്സെപ്ഷനും അതിൻ്റെ ഒപ്പം തന്നെ ചേർത്ത് പഠിക്കുക. അപ്പം ഇതൊക്കെ വെച്ചിട്ടുള്ള എക്സാമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. പിന്നെ എവിടെ പോകാനാണ് നിങ്ങളുടെ അടുത്ത്? അത് 10ഓ 12ഓ തവണയും പിന്നെ റിവിഷൻ നടക്കും 7 ദിവസങ്ങൾ കഴിയുമ്പോൾ. ഇതന്നെയാണ് നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ റിവിഷനിൽ നമ്മൾ 100 മാർക്ക്. അപ്പോൾ നിങ്ങൾക്കൊരു PSCയുടെ രീതിയിലുള്ള ചോദ്യ പേപ്പറും പരിശീലിക്കാം. പഠിച്ച് റിവൈസ് ചെയ്ത് പോവുകയും ചെയ്യാം. ഇപ്പോൾ 21ാമത്തെ ദിവസം നമ്മുടെ റിവിഷൻ നടന്നു. ആ 20 ദിവസവും പഠിച്ചു വെച്ചിട്ടുള്ള എക്സാമാണ് വരിക. അപ്പം അതിൽ മാർക്ക് കുറഞ്ഞാൽ ഏത് മേഖലയിലാണ് മാർക്ക് കുറഞ്ഞത് പോയിട്ട് അവിടെ റിവൈസ് ചെയ്യാം. പഠിക്കുന്നത് പോലെ പ്രധാനമാണ് പഠിച്ചത് ഉറപ്പിക്കുക എന്നുള്ളത്. അടുത്തത് ഇനി ചിലതുണ്ട് അവിടെ എന്താ വൊവൽസിനെ ചേഞ്ച് ചെയ്യുന്നത്. ഇപ്പം വൊവൽസ് എന്ന് പറഞ്ഞാൽ AEIOU, അതിൽ O വന്ന E ആക്കി മാറ്റുക, ഊ എന്നുള്ളത് ഈന്നാക്കി മാറ്റുക. അതുപോലെ N എന്നുള്ളത് N എന്നാക്കി മാറ്റുക, ഊ, അപ്പോൾ അവിടെ E ആയി മാറി. അതേപോലെ N എന്നുള്ളത് N ആയിട്ട് മാറി, AN EN ആയിട്ട് മാറി. O എന്നുള്ളത് E ആയിട്ട് മാറി. ഫൂട്ട് ഊന്നാ വന്നത്, പ്ലൂരല് ഫീറ്റ ഈന്നാ വന്നത്, E ആയിട്ട് മാറി. ടൂത്ത് ടീത്താണ്. ഗൂസ് എന്താണ്? ഗീസ് ആണ്. മെന്നാണ്. വുമൻ വിമനാണ്. ഒക്കെ എത്ര ഈസി ആയിട്ട് പോകുന്നു ഇല്ലേ? വല്ല പ്രയാസമുണ്ടോ? ഞാനിത് ഈ റൂൾ അറിയാത്തവരോടാണ് ചോദിക്കുന്നത്. ഇത് പഠിക്കാതെ നമ്മൾ PSCക്ക് പോയാലോ? ഇംഗ്ലീഷ് ബുദ്ധിമുട്ടാണെന്ന് കരുതി. ഇംഗ്ലീഷ് ബുദ്ധിമുട്ടല്ലടോ. ഈഫ് ക്ലോസ് ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പിടിക്കാം. റിപ്പോർട്ടഡ് സ്പീച്ച് ക്ലാസ്സുകൾ വരുന്നുണ്ട്, നമുക്ക് ഈസി ആയിട്ട് പിടിക്കാം. ഇതൊന്നും പ്രയാസമുള്ള കാര്യമല്ല. നിങ്ങൾ അതിനോടുള്ളൊരു ഫിയർ മാറ്റിവെക്കുക, ഒരു ഭയം മാറ്റിവെക്കുക. അപ്പോൾ ഇതൊക്കെ ഇറഗുലർ നൗൺസ് ആണ്. ഇപ്പോൾ വേറൊന്നുണ്ട്. ഇപ്പം നോക്കൂ, മൗസ്. ആ രീതിയിൽ നമുക്കൊന്ന് പോവാട്ടോ. മൗസ് OU ആണ് വരുന്നത് അല്ലേ? അങ്ങനെ OU വരുമ്പോൾ മൗസിനെ ഞാൻ പിടിച്ചിട്ട് മൈസാക്കിയാൽ മതി. അപ്പം മൗസിനെ മൈസാക്കിയാൽ ലൂസിനെ പിടിച്ചിട്ട് ലൈസാക്കിയാൽ മതി. ഒരേ രീതിയിലാണ് മാറണത്. OU എന്നുള്ളത് അവിടെയൊക്കെ എന്തായി മാറുകയാണ്? I ആയിട്ട് മാറുകയാണ്. ക്ലിയർ ആവണ്ട? അതുപോലെ DIE ഡൈ വരുമ്പോൾ ഡൈസാണ് വരിക. ഒക്കെ ഈ ICEയിൽ അവസാനിക്കുന്നത് ഒന്നിച്ചിങ്ങോട്ട് പഠിച്ചു വയ്ക്കുക. അപ്പം അതൊക്കെ ICEയിൽ അവസാനിക്കുന്നതാണ്. അവസാനം കേട്ടോ. മൈസ്, ലൈസ്, ഡൈസ് ഇതൊക്കെ ഡൈയുടെ പ്ലൂരലാണ്. മൗസിൻ്റെ പ്ലൂരൽ മൈസാണ്. ലൂസിൻ്റെ പ്ലൂരൽ ലൈസാണ്. എനിക്ക് ഇംഗ്ലീഷ് അത്രയും അറിയില്ല, നിങ്ങളുടെ പോലെ തന്നെ. പക്ഷേ ഈ റൂളൊക്കെ പഠിച്ചാൽ നമുക്ക് അറിഞ്ഞൂടെ. ഞാൻ മാത്സാണ് സബ്ജക്റ്റ്. 10ാം ക്ലാസ്സിൽ വരെ ഇംഗ്ലീഷ് പഠിച്ചു. ഇപ്പം ഇംഗ്ലീഷ് അത്ര എടുക്കണമെന്നായിരുന്നില്ല ഞാൻ പഠിക്കുന്ന കാലത്ത്. ബാക്കി സബ്ജക്റ്റിൽ മാത്സൊക്കെ വളരെ നല്ല മാർക്ക് കിട്ടും. ഇംഗ്ലീഷ് എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. പിന്നീട് ഞാൻ ഈ ട്യൂഷൻ ക്ലാസ്സൊക്കെ എടുത്തായിരുന്നു, ജോലി കിട്ടുന്നത് വരെ, സർക്കാർ ജോലി കിട്ടുന്നത് വരെ. അപ്പോൾ ചില ദിവസം മാഷിന്മാരില്ലെങ്കിൽ നമ്മളെല്ലാം എടുക്കണം എന്ന്. അപ്പോൾ ഇംഗ്ലീഷ് പോയിട്ട് എടുക്കും. അങ്ങനെ പഠിച്ചതാണ്. അപ്പോൾ ഈ PSC പരീക്ഷയ്ക്ക് മാർക്ക് സ്കോർ ചെയ്യാനുള്ള ഇംഗ്ലീഷിൻ്റെ അടുത്തുണ്ട്. നിങ്ങളുടെയൊക്കെ പോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ട് തന്നെ. എൻ്റെ പ്രൊനൗൺസിയേഷൻ തെറ്റിയെന്ന് വരാം. പക്ഷേ ഇംഗ്ലീഷ് PSCക്ക് 10 മാർക്ക് മേടിക്കാൻ ഈസിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ നിങ്ങളിലൊരുത്തനാണ്. ഓക്കെ. ഓക്സ് എങ്ങനെയാണ്? ഓക്സും ചൈൽഡ് എടുത്ത് നോക്കൂ, അത് രണ്ടും ഒരേപോലെയാണ്. ഓക്സ് നോക്കൂ, ഓക്സൻ. ചൈൽഡോ, ചിൽഡ്രൻ. അപ്പം നിങ്ങൾ ഓർക്കാൻ പറ്റുമോ? പറ്റുന്നതിന് ഒരു സയൻറ്റിഫിക് വേ ഉണ്ട്. എന്താണ് ആ സയൻറ്റിഫിക് വേ? നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തലച്ചോറിൻ്റെ ഒരു പ്രത്യേകതയാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു പുതിയ ന്യൂറൽ പാത്ത് നമ്മുടെ തലച്ചോറിൽ സൃഷ്ടിക്കപ്പെടും. അതായത് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. ഈ സ്ട്രാറ്റജി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൻ്റെ സയൻസ് അറിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഒരു ന്യൂറൽ പാത്ത് അവിടെ സൃഷ്ടിക്കപ്പെട്ടിരിക്കും. ഇപ്പം നിങ്ങളൊരു കാട്ടിൽ പോയി താമസം തുടങ്ങി. ആ കാട്ടിൽ പോയി താമസം തുടങ്ങിക്കഴിഞ്ഞാൽ
നമുക്ക് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി കാട്ടിൽ പോയതാണ്, പക്ഷെ അവിടെ താമസിക്കേണ്ടി വന്നു, 1 കൊല്ലം അവിടെ താമസിക്കണം. അപ്പോൾ നമുക്ക് ടൗണിൽ പോകണം സാധനം വാങ്ങാൻ. അപ്പോൾ നമ്മൾ കാട്ടിൽ നിന്ന് ടൗണിലേക്ക് ആദ്യം പോകുമ്പോൾ അവിടെ വഴികളൊന്നും ക്ലിയർ ആവില്ല, ചാടി കടന്നു ബുദ്ധിമുട്ടിയിട്ടൊക്കെ പോവുക. തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം തിരിച്ചു വരുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും, അങ്ങോട്ട് പോവും ഇങ്ങോട്ട് പോവും, ഒടുക്ക അങ്ങനെ മെല്ലെ നമുക്ക് വഴി പരിചയമായി വരും. പരിചയം തോറും നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കൊന്നും വേണ്ട, ശ്രദ്ധിക്കാതെ തന്നെ അവിടേക്ക് പോയിക്കൊണ്ടിരിക്കും. ഒരു ഘട്ടം കഴിഞ്ഞാൽ അവിടെ ഒരു വഴി രൂപപ്പെട്ടു വരും. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അത്രയും പരിചയമായിട്ടുണ്ടായിരിക്കും, കണ്ണടച്ചാൽ പോലും നിങ്ങൾ ആ വഴി കൂടെ പോയിട്ടുണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഞങ്ങൾ വീട്ടിലേക്ക് കയറി വയ്ക്കുമ്പോൾ ചെരുപ്പ് കാലിന്ന് അറിയാതെ ഊരി വയ്ക്കുന്നില്ലേ? എന്താ കാരണം? ശീലമാണ്. എങ്ങനെയാണ് ആ ശീലങ്ങൾ രൂപപ്പെടുന്നത്? ഈ ന്യൂറൽ പാത്തുകൾ നമ്മുടെ തലച്ചോറിലുള്ളത് എന്താ? ന്യൂറോൺസ് ആണ്. വൃക്കയിലുള്ളത് നെഫ്രോൺസ് ആണ്. അതുകൊണ്ടാണ് വൃക്കയെക്കുറിച്ചുള്ള പഠനം നെഫ്രോളജി ആവുന്നത്. മറ്റോടത്ത് ന്യൂറോൺസ് ആണ്, അതുകൊണ്ട് ന്യൂറോളജിയാണ്. അപ്പോൾ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഈ പാത വ്യക്തമായിട്ട് വരണം. അത് ഇംഗ്ലീഷിന് പഠിക്കുമ്പോൾ ഇംഗ്ലീഷിൻ്റെ ആ പാത അങ്ങനെ റെഡി ആയിട്ട് വരും. സിംഗുലർ പ്ലൂരൽ ഒരു 10-15 പ്രാവശ്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ തലച്ചോറിൽ ആ പാത റെഡിയായി വരും. അപ്പോൾ എക്സാം ഹാളിൽ ഈ റൂളൊന്നും ആലോചിക്കേണ്ട, കയ്യിൻ്റെ മുന്നിലുണ്ടാവും ആ ഉത്തരം. ഇപ്പം പണ്ട് ഗുണഘോഷ പട്ടിക ചോദിച്ചാൽ അറിയാം, 5, 6, 30, 1, 6, 6, 2, 6, 12, 3, 6, 18 അങ്ങനെ കൂട്ടി ചൊല്ലി വരണ്ടല്ലോ, നമുക്ക് വരുന്നില്ലേ? ഇത് PSCക്ക് വളരെ ഫലപ്രദമാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത്. എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. തെറ്റിയത് ഏതാണെന്ന് അറിയാം, അത് കറക്റ്റ് ചെയ്യുന്നു, വീണ്ടും കുറച്ച് പുതിയ ചോദ്യങ്ങൾ വരുന്നു, എത്ര തവണ വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് അപ്പോൾ അതിന് നിങ്ങൾക്കൊരു ഈസി വേ ആണ് ഓൺലൈൻ ക്വിസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഓക്സനാണ്, ചൈൽഡ് ചിൽഡ്രൻ ആണ്. അപ്പം നമ്മുടെ ഈ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ശീലങ്ങളുമായി ബന്ധപ്പെട്ടതാട്ടോ. PSC പഠിക്കുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ട് ഉണ്ടാക്കേണ്ടത് ശീലങ്ങളാണ്, ഹാബിറ്റാണ്. നിങ്ങൾ ധാരാളം ഒരു 8-9 മണിക്കൂർ PSCയുടെ തുടക്കക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ 8-9 മണിക്കൂർ ആദ്യത്തെ ദിവസമോ 2ാമത്തെ ദിവസമോ 3ാമത്തെ ദിവസമോ പഠിച്ചുകൊണ്ട് ഒരു കാര്യം ഉണ്ടാവില്ല. ചിലപ്പോൾ ആ ഇൻറ്റൻസിറ്റി നിങ്ങളെ കൊളാക്കും, പിന്നെ കുറച്ച് ദിവസങ്ങൾ പഠിക്കുകയില്ല. അതിനേക്കാൾ ബെസ്റ്റ് മെത്തേഡ് ഒരു ഹാബിറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക. ഒരു ദിവസം ഞാൻ അരമണിക്കൂറെങ്കിലും പഠിക്കും, PSC കിട്ടിയിട്ടേ ഈ പഠനം നിർത്തുള്ളൂ എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ ആ അരമണിക്കൂർ ആദ്യത്തെ ഒരു 3 ആഴ്ച ഉറപ്പിച്ച് പഠിക്കുക. എങ്ങനെ വന്നാലും പഠിച്ചിരിക്കുന്നു പറയും. അതൊരു ശീലമായാൽ ചില ദിവസം 3-4 മണിക്കൂറൊക്കെ ആവും. അതൊരു ശീലമായാൽ പിന്നീട് അത് കൂടി തന്നെത്താൻ കൂടി വരും. നിങ്ങളിതൊന്ന് പ്രാക്ടീസ് ചെയ്യും. 21 ദിവസം നിങ്ങൾ ഒരു മണിക്കൂർ പഠിച്ച്, സിമ്പിളായ കാര്യമാണ് ആദ്യം നമ്മുടെ ഹാബിറ്റിൽ ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ടത്. വലിയ കാര്യമല്ല. പിന്നെ നിങ്ങൾ തന്നെത്താൻ പഠിച്ചിരിക്കും. പിന്നെ അരമണിക്കൂർ കൂടി വരും. അതിനിടയിൽ എല്ലാവർക്കും മൂഡ് ഓഫ് വരും. നിങ്ങൾ ഈ മൂഡ് ഓഫ് വന്നാൽ ഞെട്ടണ്ട, ഇതെല്ലാവരുടെയും സ്ഥിതിയാണ്. യൂട്യൂബിൻ്റെ ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ സ്ഥിതിയാണ്, എല്ലാവരുടെയും സ്ഥിതിയാണ്. അപ്പം അവരാദ്യം ചെറുതിൽ തുടങ്ങി മാറ്റി ആ സ്വഭാവം മാറ്റി കൊണ്ടുവരുന്നവരാണ് വിജയിക്കുന്നവർ. പേഴ്സൻ്റെ പ്ലൂരൽ എന്താ? പേഴ്സൻ്റെ പ്ലൂരൽ എന്ന് പറയുന്നത് പ്യൂപ്പിളാണേ. അവിടെ ശ്രദ്ധിക്കണം. ചില ഇറഗുലർ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ അങ്ങനെ ശ്രദ്ധിക്കണം. പെൻസാണ്. PSCക്ക് ചോദിച്ചാൽ ഇതൊക്കെ ഇട്ടാ. അപ്പം ഞങ്ങൾ കുറച്ച് റൂള് പഠിച്ചു, കുറച്ചെണ്ണം പഠിച്ചു അല്ലേ? അതായത് മൗസ് മൈസാണ്, ലൂസ് ലൈസാണ്, ഡൈസാണ്, ഓക്സും ചൈൽഡ് ഓർത്ത് വയ്ക്കുക. ഓക്സിൽ ഒരു ഓക്സൻ ഉണ്ട്, ചൈൽഡിൽ ചിൽഡ്രൻ ഉണ്ട്. പേഴ്സൺ പ്യൂപ്പിളാണ്, അതുപോലെ തന്നെ പെൻസ. ജസ്റ്റ് കേട്ടിരിക്കുക, കാണാപ്പാടം പഠിക്കേണ്ട. പെൻസ് കാണാപ്പാടം പഠിക്കേണ്ട. നമ്മുടെ ക്രാഷ് കോഴ്സിൽ വരൂ, അവിടെ ഓൺലൈൻ ക്വിസ് ഉണ്ട്. അത് ചെയ്ത് പ്രാക്ടീസ് ആയാൽ തെറ്റിയത് നിങ്ങൾ മാറിക്കോളും, തന്നെത്താൻ മാറിക്കോളും. ഇറഗുലർ നൗൺസ് ഉണ്ട്. അപ്പോൾ അത് ചിലത് ചേഞ്ച് ചെയ്യാത്ത ചില സാധനങ്ങളുണ്ട്. സിംഗുലറും പ്ലൂരലും ഒരേ ആൾ തന്നെ. ഇപ്പം ഷീപ്പ് തന്നെയാണ്. ഷീപ്സ് എന്നോ ഒരു മാറ്റം വരണ്ട. ഇനി ഈനെ പിടിച്ചിട്ട് ആയിട്ട് ഷൂപ്പ് എന്നാക്കണ്ട. ഫിഷ് സിംഗുലറും പ്ലൂരലും ഒന്നാ. അപ്പം 10 ഫിഷസ് എന്ന് പറയണ്ട, 10 ഫിഷ് വാങ്ങി എന്ന് പറഞ്ഞാൽ മതി. മൂസ് തന്നെ. പക്ഷേ മൗസ് മൈസാണ് കേട്ടാ, മറന്നു പോണ്ടേ. ഞാൻ പറഞ്ഞോ, അതാ മൗസ് മൈസാട്ടാ, ഗൂസ് ഗീസാട്ടാ. ഇടയ്ക്ക് അങ്ങനെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ നോക്കണം.
നിങ്ങൾ കമ്പയർ ചെയ്തിട്ട് ടേബിൾ ഉണ്ടാക്കിക്കോ. ഞാൻ ഇപ്പോൾ ഒരേ സ്വഭാവമുള്ളല്ലേ. ഇപ്പം മൗസ് മൈസാണ്, ഗൂസ് ഗീസാണ്. അതേസമയം ഏതാ നമ്മൾ പറഞ്ഞത്? മറ്റൊന്ന് മൂസ് തന്നെ. അപ്പോൾ കളറ്, വ്യത്യസ്ത കളറുള്ള പേനയൊക്കെ ഉപയോഗിച്ചത് ഓരോ കോളങ്ങളായിട്ട്. ഈ പെൺകുട്ടികളൊക്കെ വളരെ നന്നായിട്ട് ഇത് ചെയ്യും. പഠനം എന്ന് പറഞ്ഞാൽ ഒരു എൻജോയബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി ആവുന്നുണ്ട്. നോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ സമയമെടുത്ത് നോട്ട് ഉണ്ടാക്കുക. നിങ്ങൾ ഈ ധൃതി പിടിച്ച് ഈ അടുത്ത 2024 LDC ക്രാക്ക് ചെയ്യണം. പക്ഷെ പഠിച്ചത് ഉറപ്പിച്ച് പഠനം എൻജോയബിൾ ആക്കി കൊണ്ടുപോയിട്ട് നിങ്ങൾ പഠിക്കുകയെന്ന് വെച്ചാലോ അപ്പോഴും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഈ LDC 2024 അടുത്തത് പിടിക്കാൻ പറ്റും. ഇത് ആരിക്കോരി ടെൻഷനൊക്കെ കൂട്ടി എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്? PSC പഠിക്കുന്നത് തന്നെ നമുക്ക് സന്തോഷവും സമൃദ്ധവുമായ ഒരു ജീവിതം ഉണ്ടാവാനാണ്. നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥ മാറണം. പക്ഷെ നിലവിലുള്ള അവസ്ഥയിൽ തന്നെ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ PSC പഠിക്കുന്ന പലരും വെറുതെ ടെൻഷൻ അടിക്കുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്കറിയില്ല. ഞങ്ങൾക്ക് കോഴ്സുകളുണ്ട്. ഞങ്ങളുടെ കോഴ്സുകളുടെ മുദ്രാവാക്യം ഹാപ്പി ലേണിംഗ് എന്നാണ്. നിങ്ങൾ ടെൻഷൻ അടിച്ച് പഠിക്കുന്നവർ നമ്മുടെ പെയ്ഡ് കോഴ്സിലേക്ക് വരണ്ടെന്നാണ് ഞാൻ പറയാറ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് പഠിക്കുക. എല്ലാറ്റിനും ഒരു പ്രകൃതി നിയമമുണ്ട്, പഠനത്തിനും ഒരു പ്രകൃതി നിയമമുണ്ട്. വാരിക്കോരി പഠിക്കലല്ല, പഠിക്കുന്നത് എൻജോയ് ചെയ്ത് ഹാപ്പിയായി പഠിക്കുക. പഠനം തന്നെ തങ്ങളുടെ തലയിൽ കയറും. നിങ്ങൾക്ക് പഠനം എന്ന് പറയുന്നത് ഒരു ആവേശകരമായ സാധനമായിട്ട് മാറും, ഒരു ഭാരമായിട്ട് മാറില്ല. ഇപ്പോൾ LDCയിലേക്ക് കിട്ടിയാൽ നമുക്ക് സന്തോഷമാണ്. ആ LDCയിലേക്കുള്ള യാത്ര പോലും സന്തോഷമാക്കുന്ന രീതിയിലാണ് നമ്മുടെ കോഴ്സുകളൊക്കെ നടക്കുന്നത്. അപ്പം സ്വൈൻ തന്നെയാണ്, ബഫല്ലോ തന്നെയാണ്, ഡീർ തന്നെയാണ്. അപ്പം ഷീപ്പ്, ഫിഷ്, മൂസ്, സ്വൈന്, ബഫല്ലോ, ഡീർ. അതുപോലെയാണ് ക്രാഫ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ. എയർക്രാഫ്റ്റ്, വാട്ടർ ക്രാഫ്റ്റ്, ഓവർ ക്രാഫ്റ്റ്, സ്പേസ് ക്രാഫ്റ്റ്. സിംഗുലറും പ്ലൂറലും ഒന്നാ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇനി സിംഗുലർ പ്ലൂറൽ നമുക്കൊന്ന് ഓരോന്ന് നോക്കാം. ഫോക്കസ് US വരുന്നത് I മാറൂട്ടാ. വേറൊരു ടീമിനെയാണ് ഞാൻ പറയുന്നത്. കൺഫ്യൂഷനായി തുടങ്ങി ചിലർക്ക് കിട്ടാം. അയ്യോ ഇത് പറഞ്ഞു കുറഞ്ഞായല്ലോ. നമ്മൾ തരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ 4 or 5 പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇൻസൈറ്റ് കിട്ടും. ഈ റൂൾ അറിഞ്ഞാൽ പൊളിക്കാമെന്ന് പറയാമല്ലോ. അപ്പം റൂൾ നമ്മളൊന്ന് പഠിക്കുന്നു, ജസ്റ്റ് വായിച്ചു പോകുന്നു, ഒന്ന് നോട്ട് ചെയ്യുന്നു, നല്ല നോട്ട് ഉണ്ടാക്കുന്നു, അതിനുശേഷം എക്സാം അറ്റൻഡ് ചെയ്യുന്നു. ഒരു 5 or 6 തവണ നമ്മൾ അറ്റൻഡ് ചെയ്യുന്നു വ്യത്യസ്ത സമയങ്ങളിലായിട്ട്. എന്നിട്ട് നിങ്ങളതിനെ പരീക്ഷിക്കാൻ വേണ്ടി നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് തരും എന്നുള്ളത് വെച്ചാൽ നമ്മുടെ ഓൺലൈൻ എക്സാം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തരുന്നത്. പ്രാക്ടീസ് നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് മാറും. ചെരുപ്പ് തന്നെത്താൻ ഊരുന്നത് പോലെ ഫോക്കസ് എന്ന് കണ്ടാൽ തന്നെ FOCI എന്ന് വരും. ഓക്കെ, ഫോക്കസ്. അതേസമയം ഫോക്കസസും ശരിയാട്ടോ, രണ്ടും ശരിയാണ്. അപ്പോൾ ചില ഓപ്ഷൻ തരും. ഫോക്കസിന് FOCI വരും, FOCUSES വരും, ഫോക്കസസ് വരും. ഓക്കെ, പിന്നെ വേറെ 2-3 ഓപ്ഷനും തരും, AB. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആൻസർ എന്തായിരിക്കും? A എന്നുണ്ടായിരിക്കും, B എന്നുണ്ടായിരിക്കും, C AB എന്നുണ്ടായിരിക്കും. പക്ഷേ ആവേശത്തിൽ ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. PSCയിൽ എപ്പോഴും നടക്കുന്നതാണ്. ആവേശത്തിൽ A എന്നുള്ള ഓപ്ഷൻ എഴുതും, തെറ്റ്. ഇവിടെ C ആണ്, Aയും Bയും ശരിയാണ്. ഇങ്ങനെയും PSCയിൽ വരാറുണ്ട്. ഡോണ്ട് ജമ്പ് ഇൻ ടു കൺക്ലൂഷൻ. PSC പരീക്ഷ എഴുതുമ്പോൾ 2 എണ്ണം ചെയ്യരുത്. ഒന്ന് ചാടിക്കേറി ആൻസർ ചെയ്യരുത്. അത് നിങ്ങൾ ഓൺലൈൻ എക്സാംസ് ചെയ്യണതിൽ ഏറ്റവും നല്ലത്. നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു 100 മാർക്കിൻ്റെ എക്സാം ചെയ്തു. ഓൺലൈൻ എക്സാം ആകുമ്പോൾ നമുക്ക് ഡബടേ 10, 15, 20 മാർക്കിൻ്റെ വ്യത്യസ്ത ഓൺലൈൻ എക്സാമുകൾ നമ്മുടെ ആപ്പിൽ ഫ്രീ ആയിട്ട് അവൈലബിൾ ആണ്. അത് ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എന്ത് മാറും? നിങ്ങൾക്ക് ഇന്നത് ഇങ്ങനെയാണല്ലേ തെറ്റിയത് എന്നുള്ളത് നിങ്ങൾ മാറുമ്പോൾ ആ തെറ്റുകൾ നിങ്ങൾ തിരുത്താൻ തുടങ്ങും. എന്നാൽ ഓഫ്ലൈനായിട്ടും എക്സാം നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അത് OMR ടൈപ്പിൽ പ്രാക്ടീസ് ചെയ്യണം. പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക എന്താണ്? ഒരു ക്വിസെങ്കിലും ചെയ്യുക, ഒരു ഓൺലൈൻ ക്വിസെങ്കിലും ചെയ്യുക. അപ്പോൾ റേഡിയസ് എന്തായിരിക്കും മക്കളെ? ഫോക്കസ് FOCI ആണ്. US വരുമ്പോൾ ഒരു I വരികയാണ് അവസാനം. റേഡിയസ് US വരുമ്പോൾ I വരും എന്ന് പറഞ്ഞു മാഷ്. അപ്പം റേഡി എന്ന് പോയിന്റ് കൊണ്ടുപോയിട്ട് എഴുതരുത്. അത് ഇവിടെ മൂപ്പരപ്പുള്ളതാണ് ഈ I. ആ US പകരം വേറെ I കൊടുക്കണം. റേഡി I കണ്ട.
ന്യൂക്ലിയസ്, സയൻസുകാർക്കൊക്കെ അറിയാം, റേഡിയസ് മാത്സുകാർക്കും അറിയാം അല്ലേ. ന്യൂക്ലിയൈ എന്താ വരിക? ന്യൂക്ലിയൈ. ആ യു എസിനെ പിടിച്ച് ഐ ആക്കി മാറ്റുക, യു എസിനെ പിടിച്ചിട്ട് ഐ ആക്കി മാറ്റുക. അസ് എന്നുള്ളത് ഐ ആയി മാറി. കാക്ടസ് കണ്ടോ, യു എസ് ഐ ആയിട്ട് മാറി. അലുമിനസ്, അലുമിനസ്, അലുമിനി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അലുമിനസ് അതിന്റെ സിംഗുലറാ, അലുമിനി പ്ലൂരലാണ്. അലുമിനി ആണോ അലുമിനസ് ആണോ സിംഗുലർ എന്ന് ചോദ്യം വരാം. ഇതിൽ ഏതാണ് സിംഗുലർ? അലുമിനസ് ആണ് സിംഗുലർ. അവിടെ നമുക്ക് തെറ്റുപറ്റും, അങ്ങനെ ചോദിക്കും. എസ് വരുന്ന ചിലതൊക്കെ ഇപ്പൊ കാക്ടസ് സിംഗുലർ ആണ്, കാക്ടിയാണ് പ്ലൂറൽ. ഒക്ടോപ്പസ്, ഒക്ടോപ്പസ്. ഈ ഒക്ടോപ്പസിന്റെ കാര്യത്തിൽ രണ്ടും ശരിയാ. ഒക്ടോപ്പസിനെ ഒക്ടോപ്പൈ എന്ന് പറയാം, ഒക്ടോപ്പസസ് എന്നും പറയാം. വെറും എസ് ചേർത്താൽ പോരാ, ഒരു ഇ എസും കൂടി ചേർക്കണം. ഹിപ്പോപ്പൊട്ടാമസ്, അവസാന എസ് അല്ലേ, യു എസ് അല്ലേ. ഇപ്പൊ ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വരുമ്പോ നോക്കൂ, ഹിപ്പോപ്പൊട്ടാമസ് എന്ന് വരുമ്പോൾ എന്താ സംഭവിക്കാന്ന് കണ്ടോളൂ. ഹിപ്പോപ്പൊട്ടാമസ്, ഹിപ്പോപ്പൊട്ടാമസ്, ഹിപ്പോപ്പൊട്ടാമസിൽ ഒരു ടി ഉള്ളൂ. അപ്പൊ യു എസ് വരുമ്പോ എന്തായി മാറി? ഐ ആയി മാറി. അത് പറയാം. ഇനി ഹിപ്പോപ്പൊട്ടാമസസ്, അതും ശരിയാ, രണ്ടും ശരിയാണ്. അപ്പൊ വീണ്ടും എടുത്ത് നോക്കുക, ഈ വീഡിയോ കൊണ്ട് നോക്കുക. അതുപോലെ ഇതിലെ നോട്ട് തരും, PDF നോട്ട്. ഞാൻ പറഞ്ഞില്ലേ, ക്രാഷ് കോഴ്സിൽ ചേർന്നാൽ ഇതിന്റെ ഫുള്ള് ഇതേ PDF നോട്ട് നിങ്ങൾക്ക് കിട്ടും, ഉത്തരമായിട്ടും വിശദീകരണങ്ങളായിട്ടും. അപ്പൊ യു എസ് വന്ന ഐ ആയി മാറും. ഇനി റൂള് വരേട്ടോ. ഞാൻ പറഞ്ഞു റൂള് കണ്ട് പേടിക്കണ്ട, പ്രാക്ടീസ്. റൂൾ ഓർത്ത് വെക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഞാൻ പറഞ്ഞത് PS ഇംഗ്ലീഷ് ഈസിയാണെന്നാണ്, അല്ലാതെ ദപ്പാണ്ട് പഠിച്ചോ. പഠിക്കാൻ പറ്റും, പക്ഷെ പ്രാക്ടീസിലൂടെ അത് ഓർമ്മയിൽ നിൽക്കാൻ പറ്റും. അനാലിസിസ്, അനാലിസിസ്, അനലൈസസ് അല്ലേ. നോക്ക്, അവിടെ IS വന്ന ES വരും. ഐ ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് ഇ ആക്കി മാറ്റാം. ക്രിസിസ്, IS വന്നു, അപ്പൊ ക്രൈസസ്. തീസിസ്, IS വന്നു, തീസസ്. ഇനി ഇത് ഓർത്ത് വയ്ക്കാൻ മറ്റൊരു കഴിയുണ്ട്, ഓർമ്മയിൽ നിർത്താൻ. റിട്രീവ്. ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ PSC പഠിക്കാൻ പറ്റുന്നില്ല അല്ലേ. ബസ്സിൽ എങ്ങനെ മൊബൈലിൽ നിന്ന് എടുത്ത് നമുക്ക് നോക്കാൻ പറ്റിയെന്ന് വരില്ല, പറ്റിയെന്നും വരും, രണ്ടും വരും. ഇപ്പം പറ്റാത്ത സന്ദർഭമാണെങ്കിൽ ആലോചിക്ക്, കാക്ടസ് എന്താ, എന്താ അതിൻ്റെ പ്ലൂരൽ? യു എസിന് പകരം ഐ ആണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പം കാക്ടൈ. പക്ഷെ ക്രിസിസ് എന്താ? ക്രൈസസ്. റിട്രീവ് ചെയ്യാം. അതിന് ഒരു പോക്കറ്റ് ഡിക്ഷണറി പോലെ എന്തെങ്കിലും ഒന്ന് കൊണ്ടു നടക്കുക. എന്നിട്ട് ആ ഒരാഴ്ച പഠിച്ചതിൽ നിങ്ങൾക്ക് പ്രയാസമുള്ളതും ഓർമ്മയിൽ നിർത്തേണ്ടതുമായ കാര്യങ്ങൾ അതിൽ എഴുതി വയ്ക്കുക. എന്നിട്ട് ഇടയ്ക്കെടുത്ത് മറിച്ച് നോക്കുക. ഓക്കെ. അതല്ലെങ്കിൽ നമ്മുടെ ആപ്പ് കയ്യിൽ കൊണ്ട് നടക്കുക. ഞാൻ പറഞ്ഞില്ലേ, വെറും 10 രൂപയ്ക്ക് വരുന്ന ആ കോഴ്സിൽ ഇതിൻ്റെയൊക്കെ PDF നോട്ട് ഉണ്ടായിരിക്കും, ഇതിൻ്റെയൊക്കെ നോട്ട്സ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് അത് വെച്ചിട്ടുള്ള ക്വിസുകൾ, ഇതുവരെ ഈ ക്വിസുകളൊക്കെ തന്നെ ഓരോരോ ക്വിസുകളായിട്ടുണ്ടാവും. മറ്റേ നമ്മുടെ എക്സാം എന്ന് പറഞ്ഞാൽ, ഓൺലൈൻ എക്സാം എന്ന് പറഞ്ഞാൽ ഒരുപാട് ചോദ്യങ്ങൾ അതിൽ നിന്ന് വരുന്നതാണ്. അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കാം. പ്രാക്ടീസ് ചെയ്യുക ഒഴിഞ്ഞ സമയങ്ങളിൽ. പണ്ട് ക്രിക്കറ്റ് കാണുമ്പോഴൊരു പരസ്യം ചെയ്യുന്നു, ഈറ്റ് ക്രിക്കറ്റ്, ഡ്രിങ്ക് ക്രിക്കറ്റ്, സ്ലീപ്പ് ക്രിക്കറ്റ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ക്രിക്കറ്റിൽ മുങ്ങിയൊരു കാലമായിരുന്നു ഞങ്ങളുടെ ചെറുപ്പകാലം. ഞാനൊരു 6ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴാണ് ക്രിക്കറ്റ് നാട്ടിലെത്തുന്നത്. ബോംബെയിലുള്ള ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്ത അയൽവാസിയാണ് ഒരു ക്രിക്കറ്റ് ബാറ്റൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ അവൻ കളിക്കാൻ വരുമ്പോൾ മാത്രമേ ബാറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നിങ്ങൾ കളിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഞങ്ങൾ തെങ്ങിൻ്റെ മടൽ ചെത്തി ഉണ്ടാക്കി ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട്, മടലോട്ട് ക്രിക്കറ്റ് കളിച്ചിട്ടുണ്ട് അല്ലേ. ഇന്ന് എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ല വീണ്ടും ഫുട്ബോളിലേക്ക് തിരിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ ഫുട്ബോളും കളിച്ചിരുന്നു. അതൊന്നും കുട്ടികൾ കളിക്കുന്നില്ലേ, നമുക്കറിയില്ല അല്ലേ. ഓക്കെ. അപ്പോൾ അവിടെ ഇറഗുലർ ഫോർമേഷൻ ഓഫ് നൗൺസ് എൻഡിങ് ഇൻ ON, അത് A ആയിട്ട് മാറും. അപ്പം ഫിനോമിനൻ, ഫിനോമിനൻ എന്നുള്ളത് ഫിനോമിന എന്നായിട്ട് മാറും. ON എന്നുള്ളത് A ആയിട്ട് മാറും.
ക്രൈറ്റീരിയൻ ON എന്നുള്ളത് A ആയിട്ട് മാറും. വീണ്ടും റൂള്. ടെൻഷൻ അടിക്കല്ലേ, ആ മനസ്സിലുള്ള മടുപ്പൊഴിവാക്ക്. അത് മനസ്സിൻ്റെ ശീലമാണ്. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ നമുക്ക് പോസിറ്റീവേ വരൂ. നെഗറ്റീവ് ചിന്തകൾ വന്നാൽ അതിനെ റീപ്ലേസ് ചെയ്യണം, ബോധപൂർവ്വം റീപ്ലേസ് ചെയ്യണം. PSCക്ക് എനിക്കറിയാം, PSC പരീക്ഷ എന്ന് പറഞ്ഞാൽ വൈകാരിക സമ്മർദ്ദം ഉണ്ടാക്കുന്ന, ടെൻഷൻ ഉണ്ടാക്കുന്ന ഒരു യാത്രയാണെന്ന് എനിക്കറിയാം. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നുണ്ട്. കാരണം കഴിഞ്ഞ 27 വർഷമായിട്ട് ഞാൻ PSC കോച്ചിങ് രംഗത്തുണ്ട്. എന്തെല്ലാം അനിശ്ചിതത്വങ്ങളാണ് നമ്മൾ ജീവിതത്തിൽ നേരിടുന്നതല്ലേ. കിട്ടുമോ, പഠിച്ച തന്നെ പരീക്ഷയ്ക്ക് വരുമോ, ഇതൊക്കെ ഓർമ്മയിൽ നിൽക്കുമോ? അതിനിടയിൽ ചില ആൾക്കാരുടെ ചോദ്യം, PSC പഠിക്കുക കിട്ടിയോ? എപ്പോഴാണ് ചില ആൾക്കാർ, ഇന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. എന്താ വാർത്ത? ഒക്കെ പിൻവാതിൽ നിയമനമാണ്. അതിനിടയിൽ ചില ഫാമിലിയിൽ തന്നെ ചില ആൾക്കാരുടെ മുനവച്ചുള്ള ചോദ്യം, എന്തെല്ലാം നേരിടണം. ലീവ് ഇറ്റ്. നമ്മൾ നേടിയെടുക്കടോ ഒരു ദിവസം, നമ്മുടെ ദിവസം വരുന്നുണ്ട്. അവർ പറയുന്ന ഒന്നുമല്ല നിങ്ങൾ, അവർ പറയുന്നതിൽ മുഴുവൻ ശരിയുമില്ല. യഥാർത്ഥത്തിൽ ഞാൻ ഈ 27 വർഷക്കാലം പഠിപ്പിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത്, സ്ഥിരമായി പഠിക്കാൻ തയ്യാറാകുന്നവർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ സ്ഥിരമായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും കിട്ടുന്നില്ല. സത്യസന്ധമായിട്ടാണ് ഞാൻ പറയണത്. 3 വർഷം 4 വർഷം തലകുത്തി മറിഞ്ഞിരുന്ന് പഠിച്ചവരെ ഞാൻ കാണുന്നുണ്ട്, ഇത് കിട്ടിയിട്ടില്ല, എൻ്റെ സ്റ്റുഡൻസ് തന്നെ. എന്നാൽ സ്ഥിരമായി പഠിക്കുന്ന, ശരിയായ സ്ട്രാറ്റജി ഉപയോഗിക്കുന്ന എല്ലാ സ്റ്റുഡൻസിനും കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ വരുന്ന LDC 2024 10 മാർക്കാണ് ഹിസ്റ്ററിക്കും ജോഗ്രഫിക്കും ഉള്ളത്. നിങ്ങൾ വിപണിയിൽ കിട്ടുന്ന ഏത് റാങ്ക് ഫയൽ മേടിച്ചാലും 4 വോള്യം ആണെങ്കിൽ 1 വോള്യം ഹിസ്റ്ററി ജോഗ്രഫി ആയിരിക്കും. 10 മാർക്കാടോ എന്നുള്ളത്. റാങ്ക് ഫയലൊക്കെ നിങ്ങൾ കയ്യിൽ വെച്ചോ, അത് റെഫറൻസിന് മാത്രമായിരിക്കണം. ഹിസ്റ്ററി ജോഗ്രഫിയൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും SCERT ബുക്കിലും നോക്കി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചു പോവുക. ആ 10 മാർക്കിൽ 7 6 മാർക്ക് കിട്ടിയാൽ മതി. നിങ്ങൾക്ക് 4 മാർക്ക് പൊയ്ക്കോട്ടെ, നിങ്ങൾ റാങ്കിലെത്തിയിരിക്കും. എക്കണോമിക്സ് 5 മാർക്കുണ്ട്. എത്ര പേജ് ഉണ്ട്? 1 വോള്യം ഉണ്ടോ റാങ്ക് ഫയലിൻ്റെ? ഇല്ല. ഒരു റാങ്ക് ഫയലിൽ 4 വോള്യം ഉണ്ടെങ്കിൽ അതിലൊരു വോള്യത്തിൻ്റെ 1/4 ഭാഗമേ ഉണ്ടാവുള്ളൂ എക്കണോമിക്സ്. പഠിച്ചെടുക്കാൻ ചിലപ്പോൾ നമുക്ക് വിഷമാണെന്ന് തോന്നും, അത് പരിചയമില്ലാത്തതുകൊണ്ടാണ്. ഒന്ന് പിടിച്ചു നോക്ക്, നമ്മുടെ കയ്യിൽ എക്കണോമിക്സിൻ്റെ ക്ലാസ്സും വരുന്നുണ്ട്, ആവശ്യമുള്ളത് മാത്രം വെച്ചും കൊണ്ട്. സ്ട്രാറ്റജി, റൈറ്റ് സ്ട്രാറ്റജി. അവർ മാത്സിനോട് ഭയം കാണിക്കില്ല. മാത്സ് ചിലപ്പോൾ ഒട്ടും അറിയണ്ടാവില്ല, പക്ഷേ മാത്സ് പഠിച്ചെടുക്കും. ഇംഗ്ലീഷ് ഒട്ടും അറിയണ്ടാവില്ല, പഠിച്ചെടുക്കും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ തലച്ചോറിന് മാറാനുള്ള അതിശക്തമായ ശേഷിയാണ് ന്യൂറോപ്ലാസ്റ്റിസിറ്റി. 10ാം ക്ലാസ് വരെയുള്ളതൊക്കെ ഏതൊരാൾക്കും പഠിച്ചെടുക്കാൻ പറ്റാവുന്നൊരു കാര്യമാണ്. അല്ലാതെ നിങ്ങൾ വലിയ പണ്ഡിതനൊന്നും ആവാനല്ല പോകുന്നത്. നോക്കൂ, നമുക്കറിയാമല്ലോ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അവർ ഇംഗ്ലീഷ് പറഞ്ഞപ്പോൾ തെറ്റി. നമ്മളെല്ലാവരും കളിയാക്കുക, അങ്ങനെ കളിയാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അവർ വലിയ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ്, അവർക്ക് തെറ്റി. അപ്പം ആർക്കും തെറ്റും, ആർക്കും പ്രയാസങ്ങളുണ്ട്. അവർ പഠിച്ചതുകൊണ്ടാണ് അവർക്ക് സംസാരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ പഠിക്കുന്നില്ല, നിങ്ങൾ അതിനുവേണ്ടി നിങ്ങളതിനെ ഭയത്തോടു കൂടി കാണുകയാണ്. അവർക്ക് അങ്ങനത്തെ ഒരു ഭയമില്ല. ഞാനതിൻ്റെ ശരി തെറ്റുകളിലേക്കല്ലട്ടോ പോകുന്നത്. അപ്പം ആ ഭയത്തെ ഒഴിവാക്കുക, എന്നിട്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ നോക്കുക, തെറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്, തിരുത്തലാണ് പ്രധാനം. തെറ്റ് പറ്റുന്നത് സ്വാഭാവികമാണ്, അതിൽ തന്നെ ഉറച്ചിക്കരുത്, അല്ലേ? അപ്പോൾ ഫിനോമിന, ക്രൈറ്റീരിയ ON വരുമ്പോൾ A ആയിട്ട് മാറും. ഇനി UM വരുമ്പോഴോ? UM വരുമ്പോൾ ആ UM എന്തായിട്ട് മാറും? A ആയിട്ട് മാറും. UM വരുമ്പോൾ A ആയിട്ട് മാറും. വീണ്ടും ഞെട്ടണ്ട, ഇതാ വീണ്ടും റൂൾസ് വരണു. റൂൾസേ ഞാൻ പറയുന്നുള്ളൂ, പ്രാക്ടീസിലൂടെ ഇത് മാറും. പക്ഷേ ഇത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നതിനെക്കാട്ടും നല്ലതാ. ഇതിനെ കാറ്റഗറി ആയിട്ട് എപ്പോഴും മെമ്മറീസ് ആർ കണക്ഷൻസ്. മെമ്മറി എന്ന് പറഞ്ഞാൽ കണക്ഷൻസ് ആണ്, ഒന്നിനോട് ബന്ധപ്പെട്ട ഒന്ന്. അപ്പോൾ ഒരേ സ്വഭാവമുള്ളതിനെ ഒരേ ഗ്രൂപ്പിൽ പാക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മയിൽ നിന്ന് എടുക്കാൻ പറ്റും. ഡാറ്റ UM എന്നുള്ളത് A ആയിട്ട് മാറും. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, സിംഗുലർ ഏതാ? നമ്മൾ നോർമലി സിംഗുലർ ആയിട്ട് ഡാറ്റേനെ കാണുക, അല്ല, ഡാറ്റമാണ്. ഡാറ്റമാണ്, ഡാറ്റ ദത്തങ്ങളാണ്. അതുപോലെയാ ഇനി വരുന്നു മെമ്മോറാണ്ടം. എന്തായിരിക്കും മെമ്മോറാണ്ടം? എന്തായിരിക്കും മെമ്മോറാണ്ട? UMനെ പിടിച്ചിട്ട് A ആക്കിയാൽ മതി. ബാക്ടീരിയം ആ UMനെ പിടിച്ച്
എ ആക്കിയാൽ മതി. ഇതൊക്കെ PSCക്ക് വന്നാട്ടാ. PSCക്ക് വന്നതിനെ കുറിച്ച് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. സ്ട്രാറ്റം എന്താണ്? സ്ട്രാറ്റ. കരിക്കുലം ഇത് മുഴുവൻ PSCക്ക് വന്നാണ്. മുൻകാല PSC ചോദ്യങ്ങളാണ് ഈ 2023 വരെ ചോദിച്ചത്. UMനെ പിടിച്ച് എ ആക്കി മാറ്റ്. കരിക്കുല. ഇനി IX വന്നാലോ? ഈ ചങ്ങാതി വീണ്ടും റൂളായിട്ട് വരുന്നു. ആ മനസ്സിനെ അവിടെ തന്നെ റിപ്ലേസ് ചെയ്യ്. ഇത് ഞാൻ പഠിച്ചെടുക്കും. എനിക്കിത് മുഴുവൻ പറയാതിരിക്കാൻ പറ്റും. ഇതൊക്കെ PSCക്ക് വന്നതല്ലേ. ഇത് കംപ്ലീറ്റ് എളുപ്പമാണെന്ന് എനിക്ക് പറയാൻ പറ്റുമോ? അത് നിങ്ങളോട് ചെയ്യുന്ന തെറ്റല്ലേ. ഇത് മാത്രം പഠിച്ചാൽ നിങ്ങൾ ഇനി കിട്ടി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇതുവരെ ചോദിച്ചതിനെ മുഴുവൻ നമ്മൾ ഉൾപ്പെടുത്തണ്ടേ. ഈ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത എന്താ? ഏറ്റവും കൂടുതൽ ബൗൺസിങ് ക്വസ്റ്റ്യൻ ഉള്ളത് ഇംഗ്ലീഷിലും മാത്സിലും മലയാളത്തിലുമാണ്. അതുകൊണ്ട് തന്നെ അവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായി പഠിച്ചു പോയാൽ നന്നായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നന്നായിട്ട് അത് മുഴുവൻ കവർ ചെയ്യണ്ടേ ഞാൻ. മറ്റേത് എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ പറയില്ലേ അങ്ങനെയായി ഇങ്ങനെയായി എന്ന്. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി LGSന് ഒരു എക്സാം എടുത്തു. ഫ്രീ ക്രാഷ് കോഴ്സായിരുന്നു. ഒരുപാട് പേര് വളരെയധികം നമ്മളോട് എന്നെ വിളിച്ചടക്കം പറഞ്ഞു. ഒരുപാട് മാർക്കുകൾ കിട്ടി. ഞങ്ങൾ 63 വീഡിയോസും അതിൻ്റെ നോട്ടേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ നമ്മൾ ഈ LDC 2024 63 അല്ല, അറൗണ്ട് നിങ്ങൾക്ക് ഒരു 300-ലധികം വീഡിയോ ക്ലാസ്സുകളും ഫുള്ള് നോട്ടും കിട്ടും. ഓക്കെ. പിന്നെ നിങ്ങൾക്കൊരു കൃത്യമായി പഠിച്ചു വരണമെങ്കിൽ നമ്മുടെ കോഴ്സുകളുണ്ട്. ഞാനിപ്പോൾ അത് പറയുന്നില്ല. ഇൻട്രസ്റ്റ് ഉള്ളവർ ചോദിച്ചാൽ അപ്പോൾ പറയാം. അപ്പോൾ അവിടെ IX എന്നുള്ളത് എന്താക്കിയാൽ മതി? XES ആയിട്ട് മാറിയാൽ മതി. ഇപ്പം മനസ്സിൽ വരുന്നുണ്ട് ഇത് മുഴുവൻ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ റിപ്ലേസ് ചെയ്യൂ. ഞാൻ ഈ വീഡിയോ ഒന്ന് മാറ്റണം, ഇത്രയില്ലേ മടുപ്പ് വരുന്നു എന്ന് പറഞ്ഞാൽ ആ മനസ്സിനോട് പറയും ഇതൊന്ന് മുഴുവൻ കാണ്. ഇങ്ങനെ ചാടിപ്പോവല്ലേ. ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു, അടുത്ത യൂട്യൂബ് വീഡിയോ കണ്ടു, ആ യൂട്യൂബറെ സബ്സ്ക്രൈബ് ചെയ്തു, ഈ യൂട്യൂബറെ സബ്സ്ക്രൈബ് ചെയ്തു. ഇങ്ങനെ കുരങ്ങനെ പോലെ ചാടിപ്പോവാതെ അതൊന്ന് മുഴുവനാക്കാൻ പറയൂ. അങ്ങനെ റീപ്ലേസ് ചെയ്ത് നോക്ക്. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ നിങ്ങളുടെ മനസ്സിൽ ആ നെഗറ്റീവ് വരുമ്പോൾ അതിനെ ബോധപൂർവം പോസിറ്റീവ് അഫർമേഷൻ കൊടുക്കുക. അങ്ങനെയുള്ളവർ സക്സസ് ആവുന്നുണ്ട്. സക്സസ് ആവാൻ PSC സക്സസ് ആവാനുള്ള പ്രധാന 3 ഫോർമുല ഞാൻ പറഞ്ഞുതരാം. 1, ഹാബിറ്റ് ഉണ്ടാക്കുക, പഠനത്തിൻ്റെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കുക. 2, കറക്റ്റ് സ്ട്രാറ്റജീസ്, യഥാർത്ഥ തന്ത്രങ്ങൾ, ആ സിലബസ് മനസ്സിലാക്കി പുതിയ ക്വസ്റ്റ്യൻ ഇതിൻ്റെ പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുക. മൂന്നാമത്തെ കാര്യം പോസിറ്റീവ് അഫർമേഷൻ. ഇത് 3ഉം പ്രധാനപ്പെട്ടതാണ്. ഒരു 10 ഘടകങ്ങളുണ്ട് എൻ്റെ മനസ്സിൽ. ഞാനൊരു വെബിനാർ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട്. നിങ്ങൾക്ക് ഈ ക്രാഷ് കോഴ്സിലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ 5 വെബിനാറുകളാണ്. 5 മണിക്കൂറിൻ്റെ 5 ദിവസങ്ങളിലായിട്ട് എങ്ങനെ ഒരാൾക്ക് സർക്കാർ ജോലി നേടിയെടുക്കാം. എൻ്റെ 27 വർഷം ഞാൻ കുട്ടികളെ പഠിപ്പിച്ച അതിൻ്റെ എക്സ്പീരിയൻസിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവൂ ആ സ്ട്രാറ്റജീസ് പ്രൂവ്ഡ് ആണെന്ന്. അതിന് ഞാൻ ഓരോരുത്തരുടെ ഉദാഹരണവും പറയും. ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുടെ, അതുപോലെ തന്നെ പുറത്തുള്ള വിദ്യാർത്ഥികൾ, അവരുടെയൊക്കെ ഉദാഹരണവും പറഞ്ഞുകൊണ്ടായിരിക്കുമോ ക്ലാസ്. അപ്പോൾ 5 വെബിനാറിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വെറുതെ 10 മിനിറ്റ് കൊണ്ട് 12 മിനിറ്റ് കൊണ്ട് എന്ന് പറയില്ല. ഒരു ടോട്ടൽ ചേഞ്ച് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് എങ്ങനെ ഹാപ്പിയായി, ടെൻഷൻ ഫ്രീ ആയി, സ്ട്രെസ് ഫ്രീ ആയി, പരീക്ഷാ സമയത്തും പരീക്ഷാ ഹാളിൽ എങ്ങനെ സ്ട്രെസ് ഫ്രീ ആവാം, ആ പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ എങ്ങനെ സ്ട്രെസ് ഫ്രീ ആവാം. എനിക്കറിയാം നിങ്ങളിൽ ബഹുഭൂരിഭാഗവും ഇത് വല്ലാതെ ഒരു സ്ട്രെസ്സിലാണ് എന്ന്. സ്ട്രെസ് വേണ്ട, സ്ട്രെസ് ഇല്ലാതെ തന്നെ PSC പഠിക്കാം. ഇൻഡൈസസ് എന്ന് പറയും, ഇൻഡെക്സസ് എന്നും പറയും. IX ആവാറുണ്ട്. അപ്പൻഡിക്സ് നോക്കൂ, അപ്പൻഡൈസസ് ആണ്. അപ്പൻഡിക്സസ് എന്നും പറയും. ഇനി നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം. പിക്ക് ഔട്ട് ദ കറക്റ്റ് സിംഗുലർ പ്ലൂറൽ ഗ്രൂപ്പ് ഫ്രം എമംഗ് ദ ഫോളോയിങ്. മീഡിയ നമ്മൾ പഠിച്ചിട്ടുണ്ട്. UMA ആയിട്ട് മാറും. ഇൻകറക്റ്റാണ് ചോദിച്ചിട്ടുള്ളത്, അപ്പോൾ അത് ശരിയാണ്. ഇവിടെയും നമുക്ക് ജമ്പിങ് ടു കൺക്ലൂഷൻ സാധാരണ PSCക്ക് വരാറുണ്ട്. ഞാൻ ആദ്യം വായിക്കുമ്പോൾ ബോധപൂർവ്വം പിക്ക് ഔട്ട് ദ കറക്റ്റ് എന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അങ്ങനെ വായിച്ചു പോകും. നമ്മൾ ഒരു കാര്യം കാണുമ്പോൾ കണക്റ്റിംഗ് ഡോട്ട്സ് നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രത്യേകതയാണ്. നല്ലതാണത്. കണക്റ്റിംഗ് ഡോട്ട്സ് 2 കുത്തുണ്ടെങ്കിൽ വേഗം അതിനെ ജോയിൻ ചെയ്യിപ്പിക്കും. അവിടെ നിന്നിട്ട് 2 ആളുകൾ നമ്മളിങ്ങനെ വർത്താനം പറയുന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരാൾ എന്താ വിചാരിക്കുക? ഭയങ്കര പോസിറ്റീവായ ഒരാൾ, അയാൾ എന്താ വിചാരിക്കുക? എൻ്റെ കേമത്തരം പറയാണ്. അവർ നോക്കിയിരുന്ന് ചിരിക്കുന്നുണ്ടാവും.
ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ആളുകൾ വിചാരിക്കും ഇവരെന്നെ കുറിച്ച് നല്ല കാര്യം തന്നെ കേട്ടോ പറയണത്, നാട്ടുകാർക്കൊക്കെ എന്നെ ഭയങ്കര വിലയാണ് പറയും. ഓവർ കോൺഫിഡൻസ്, ഓവറായിട്ട് എന്തൂസിയസ് ഉള്ള ആൾക്കാർ. ആകെ നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ പറയും എൻ്റെ ശരീരത്തിൽ എന്തോ കുഴപ്പമുണ്ടല്ലോ, നടത്തും കുഴപ്പമുണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ എന്തോ ഒരു അപകടം എനിക്ക് പറ്റിയിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ അവർ എന്നെ നോക്കിയിട്ട് തന്നെ ചിരിക്കുന്നത്. ഇങ്ങനെ നെഗറ്റീവായിട്ടുള്ള ആളുകളുടെ സ്വഭാവമാണ്. ഉണ്ടോവില്ല ആളുകൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നിൽക്കല്ലേ. നിങ്ങളോട് ഈ ചോദിക്കുമ്പോൾ സമയത്തുള്ള ചോദ്യമുള്ളൂ അവർക്ക്. നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് എത്ര നേരം ചിന്തിക്കുന്നുണ്ട്? ഇനി അവരെന്ത് ചിന്തിച്ചു, നിങ്ങൾക്കെന്ത് പോയി? ഇതിനൊന്നും ഗൗരവമാക്കി എടുക്കരുത്. പക്ഷേ ഡോട്ട്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം, മാത്സിൽ കംപ്ലീറ്റ് ആക്കണം, അങ്ങനെ പലതും നമുക്ക് നല്ലതാണ്. പക്ഷെ PSCക്ക് അങ്ങനെ ഡോട്ട്സ്, കണക്റ്റിംഗ് ദ ഡോട്ട്സ് അത് നല്ലതായിരിക്കില്ല. പെട്ടെന്ന് ഇരുന്ന് പോയി അപ്പം പിക്ക് ഔട്ട് ദ ഇൻകറക്റ്റ് സിംഗുലർ. അശ്രദ്ധ അത് നമ്മുടെ ഫാക്കൽറ്റിയാണ്. PSCക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമാണ് ശ്രദ്ധ എന്നുള്ളത്. അതിനൊരു പ്രാക്ടീസ് ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ശ്രദ്ധ കൂട്ടുന്നതിനുള്ള വഴി മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നൊരു ടെക്നിക്ക് ഉണ്ട്. നമ്മൾ ഈ വെബിനാറിൽ സംസാരിക്കും നമ്മുടെ ശ്രദ്ധ എങ്ങനെ കൂട്ടാം. നമ്മുടെ മനസ്സിലുള്ള ഫാക്കൽറ്റിയാണിത്. നമ്മുടെ മനസ്സിലുണ്ട് ഈ സംഭവം. ഒന്ന് മൂർച്ചപ്പെടുത്തിയാൽ മതി. ഷാർപ്പൻ യുവർ വേർഡ്. നിങ്ങളുടെ മനസ്സിന് ഒരുപാട് കഴിവുകളുണ്ട്, നിങ്ങളുടെ ബുദ്ധിക്ക് ഒരുപാട് ശേഷികളുണ്ട്. നിങ്ങളൊരു ഗംഭീര സംഭവമാണ്, തിരിച്ചറിയാത്തോണ്ടാണ്. വെബിനാറിലേക്ക് പോവാം. വെബിനാറിൻ്റെ ഡേറ്റൊക്കെ ഞാൻ ആ ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. റേഡിയൈ ആണ് നമുക്കറിയാം, നമ്മൾ നേരത്തെ പഠിച്ചു. പക്ഷെ ഷെൽഫ് കണ്ടപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി എഫ് വന്നാൽ VES വേണമെന്ന്. തെറ്റാണ്. സെക്രട്ടറി ബ്ലോക്ക് പഞ്ചായത്ത് 2018 ചോദിച്ച ചോദ്യമാണ്. ക്ലിയർ ആവുന്നുണ്ടോ? ഈസിയാണോ ഇംഗ്ലീഷ്? വാട്ട് ഈസ് ദ പ്ലൂറൽ ഫോം ഓഫ് മീഡിയം? മീഡിയത്തിൻ്റെ പ്ലൂറൽ ഫോം എന്താ? 2 തന്നിട്ടുണ്ട്, ഇവിടെ മീഡിയ തന്നിട്ടുണ്ട്. യെസ്, നമുക്കറിയാം കരിക്കുലം. നമ്മൾ കണ്ടില്ലേ നേരത്തെ. അപ്പോൾ കരിക്കുലം വരുമ്പോൾ കരിക്കുല ആണ്. അപ്പം മീഡിയ ആണ്. സീൽ കൊണ്ടുപോയിട്ട് പോസ്റ്റ് ചെയ്യും. ശരിക്കും മീഡിയത്തിന് മീഡിയ എന്നും പറയാം, അതുപോലെ തന്നെ മീഡിയംസ് എന്നും പറയാം. തെറ്റൊന്നുമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ ബിയും സിയുമാണ് ഇതിൻ്റെ ആൻസർ. ബിയും സിയും ഇതിൻ്റെ ആൻസറാണ്. ഇപ്പം അങ്ങനെ വരുന്നുണ്ട്. അപ്പം ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും, ഇതിനങ്ങനെ തന്നിട്ടില്ല. The plural form of the word datum നമ്മൾ നേരത്തെ പഠിച്ചു, ഡാറ്റ അല്ലേ? അതുപോലെയാണ് മീഡിയ. റിനോസറസിന്റെ പ്ലൂറൽ ഫോം എന്താ? ഒരു സിമ്പിൾ ചോദ്യം. വുമൺ പോലീസ് കോൺസ്റ്റബിൾ 2000 റിനോസറസ് വരുമ്പോൾ റിനോസറസസ് അത് നമുക്കറിയാമല്ലേ, ES ചേർക്കുന്ന രീതിയിൽ. നിങ്ങൾ പ്ലൂറൽ ഫോം ഓഫ് സീരീസ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം എന്താണ്? സീരീസ് എന്നുള്ളതിൻ്റെ പ്ലൂറൽ ഫോം സീരീസ് തന്നെയാണ്. നേരത്തെ നമ്മൾ കുറച്ചിടം പഠിച്ചില്ലേ? ഓർമ്മ ഉണ്ടാവും? ഓർത്തൊക്കെ റിട്രീവ് ചെയ്യാൻ പറ്റുന്നുണ്ടാ? ഇല്ലെങ്കിൽ നേരത്തെ വീഡിയോയിലേക്ക് ഒന്ന് കയറി നോക്ക്. കിട്ടുന്നില്ല അല്ലേ? ഒരു ടെൻഷൻ തുടങ്ങിയ ടെൻഷൻ ഇല്ലെങ്കിലും ടെൻഷൻ ഉള്ളപ്പോൾ ഒരു പോസിറ്റീവ് കാര്യം ആലോചിക്കുക. ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട്, നിങ്ങൾ ഓർത്തോ? ഇങ്ങനത്തെ കുറച്ച് വാക്കുകളുണ്ട് എന്ന് ഓർത്തോ? യെസ്, ആ വാക്ക് കിട്ടാണ്ടിരിക്കുന്നുണ്ടോ? നിങ്ങൾ പഠിക്കാൻ തുടങ്ങി എന്നാണ് അർത്ഥം. നിങ്ങളുടെ മനസ്സ് പറയണത് പഠിക്കണം, അതൊന്ന് പോയിട്ട് റിപ്പീറ്റ് ചെയ്യ്. നിങ്ങളുടെ മനസ്സിലെ ആ ബബിൾ ഓഫ് തോട്ട്, ആയിരക്കണക്കിന് ഒരു സെക്കൻഡിൽ പല തരത്തിലുള്ള ബബിൾ ഓഫ് തോട്ട്സാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നിങ്ങളുടെ മനസ്സിൻ്റെ കാവൽക്കാരനായിരിക്കണം. അതിൽ നെഗറ്റീവായിട്ട് അതിനെ കൊണ്ടുപോകാൻ സംഭവിക്കരുത്. ആ ബബിൾ ഓഫ് തോട്ടിനെ പോസിറ്റീവ് ആക്കണം. നിങ്ങളോട് പറയുന്നത് ഇത് പഠിക്കണം എന്നാണ്. നിങ്ങളിപ്പോൾ എന്താ ആലോചിക്കുന്നത്? അയ്യോ, ഞാൻ പഠിച്ചതാണല്ലോ, മറന്നുപോയല്ലോ, ഇതെങ്ങനെ കിട്ടുക? പ്രകൃതിക്ക് ഒരു റൂളുണ്ട്. നിങ്ങളൊരു വിത്തിട്ടാൽ ആ വിത്ത് മുളയ്ക്കും. മുളച്ച് ആ നാമ്പ് വന്നാൽ ഒരില വരും, 2 ഇല വരും, പിന്നെയും വലുതാവും. പിന്നെ കുറേ കാലം കഴിഞ്ഞാൽ അത് കുറേ ശിഖരങ്ങൾ വരും, പിന്നെ നല്ല തടി വരും, പിന്നെ ആ ശിഖരങ്ങളിൽ പൂവുണ്ടാവും. ആ പൂവുണ്ടായിട്ട് അതിൽ കായുണ്ടാവും അല്ലേ? ഇത് കുഴിച്ചിട്ട് അന്ന് തന്നെ മുളച്ചോ നോക്കുകയാണ്. മുളച്ച അന്ന് തന്നെ ശിഖരം വന്നോ നോക്കുകയാണ്. ശിഖരം വന്ന അന്ന് തന്നെ ശാഖ വന്നോ എന്ന് നോക്കുകയാണ്. ശാഖ വന്ന അന്ന് തന്നെ പൂവുണ്ടായോ നോക്കുകയാണ്. പൂവ് വന്ന അന്ന് തന്നെ കായ ഉണ്ടായോ നോക്കുകയാണ്. നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു നിയമം തരാൻ PSC എന്താ ലോട്ടറിയാണോ? അല്ല, PSC ലോട്ടറി അല്ല. നിരന്തരമായി പഠിക്കുന്ന
വ്യക്തമായ സ്ട്രാറ്റജിയുള്ള ആളുകൾക്ക് ലഭിക്കുന്ന. പിന്നെ എന്താ ഈ 3 മാസം കൊണ്ട് PSC നേടാം, ഒന്നും അറിയില്ലെങ്കിൽ 3 മാസം കൊണ്ട് PSC നേടാം എന്ന് പറയുന്നത്? ഞാൻ അങ്ങനെ 3 മാസം കൊണ്ട് PSC നേടിയ ആളുകളെ അധികം കണ്ടിട്ടില്ല. വളരെ അപൂർവം പേരുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താ? അവർക്ക് അക്വയർഡ് നോളജ് ഇതിന് മുന്നേ ഉണ്ട്. ലക്ഷക്കണക്കിന് ആൾക്കാരോട് മാറ്റിവെക്കുന്നത് അതിൽ ഒരു പോസിറ്റീവ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലക്ഷക്കണക്കിന് ആൾക്കാർ മാറ്റിവെക്കുന്നവരിൽ പലരും നിരന്തരമായിട്ട് പഠിക്കുന്നില്ല. ആ നിരന്തരം പഠിക്കുന്നവരിൽ തന്നെ കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടി പഠിക്കുന്നവരില്ല. അത് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരുന്നു. നിങ്ങൾ ഒരു വർഷം നിരന്തരമായി പഠിക്കുകയും കൃത്യമായ സ്ട്രാറ്റജിയോടുകൂടിയായിട്ട് പഠിക്കുകയും ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് PSC കിട്ടിയിരിക്കും. കാരണം അങ്ങനെ പഠിക്കുന്നവർ വളരെ കുറവാണ്. അങ്ങനെ പഠിച്ചവർക്കൊക്കെയോ ജോലി കിട്ടുന്നുണ്ട്. അവരായിട്ട് നിങ്ങൾക്ക് ഇനി കോമ്പറ്റീഷൻ ഇല്ല. അതും PSCയുടെ ഒരു അഡ്വാൻറ്റേജ് ആണ്. അതായത് ഒരു കൃത്യമായ ലെവലിലെത്തി. നിങ്ങൾ കേട്ടിട്ടില്ലേ, ഒരാൾക്കൊരു റാങ്ക് ലിസ്റ്റിൽ വന്നാൽ പിന്നെ അയാൾക്ക് 4-5 റാങ്ക് ലിസ്റ്റിലാണ്. പിന്നെ അയാളെ കൊണ്ടുള്ള ശല്യം തീർന്നു, അയാൾ ഒഴിവായി. ഒന്നാമന്മാർ എപ്പോഴും ഒഴിവായിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരം. അതാണ് PSCയുടെ പ്രത്യേകത. ഒന്നാമന്മാർ നിരന്തരം ഒഴിവായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഇല്ലേ PSCക്ക്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്ര കാര്യങ്ങളുണ്ട് നമുക്ക് പോസിറ്റീവായിട്ട് ആലോചിക്കാൻ. അപ്പോഴും ചിന്ത പോണത് നെഗറ്റീവിലേക്ക്. എന്താ കാരണം? നെഗറ്റീവ് നമ്മുടെ ശീലമായി മാറി. ആ ശീലത്തെ മാറ്റണം. അമിത പ്രതീക്ഷകൾ വെച്ച് പുലർത്തരുത്. ഈ 2024 LDC തന്നെ ഇപ്പം ഞാൻ പിടിച്ചു മുറുക്കും. ഞാൻ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകളോട് സോറി, അവരൊന്നും കൂടി പിടിക്കുക. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ഏജ് ഓവറായോ, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. PSC മാത്രമല്ല ഒരു നല്ല ജോബ് ഓപ്ഷൻ ഉള്ളത്. ഞാൻ ജോലി രാജിവെച്ച ആളാണ്. മര്യാദയ്ക്ക് കഴിഞ്ഞു പോവുക. നമുക്ക് സർക്കാർ ജോലി വേണമെന്നൊന്നുമില്ല. അത് വിചാരിച്ചിട്ട് എല്ലാവരും സർക്കാർ ജോലി ഉപേക്ഷിക്കേണ്ട. ഒരു പാഷൻ ഉണ്ടായിരിക്കണം. സർക്കാർ ജോലിയുടേതുപോലെ അത്ര ഈസി അല്ല മറ്റൊരു ജോലിയും. അത് ഞാൻ പറഞ്ഞുതരാം. നല്ല പാഷൻ വേണം. സർക്കാർ ജോലിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ റൂട്ടീൻ വർക്ക് ചെയ്താൽ മതി. അപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് വിചാരിച്ചിട്ട്, ചിലത് നമുക്ക് വിധിച്ചിട്ടില്ല എന്ന് വിചാരിച്ചാൽ മതി. കാരണം നിങ്ങൾ വഴിയാണ് ഇതിന് പരിശ്രമിക്കാൻ തുടങ്ങിയത്. പഠനം ഒഴിവാക്കണ്ട, പഠിച്ചു പോവുക. ഈ അറിവ് നിങ്ങൾക്ക് പലയിടത്തും ഉപകാരപ്പെടും, കൃത്യമായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ. ഓക്കെ, താങ്ക് യു. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസും കൂടുതൽ കാര്യങ്ങളും നമുക്ക് നമ്മുടെ നോട്ട് വെച്ചിട്ട് നമ്മുടെ നോട്ടിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് അവിടെ പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്രാഷ് കോഴ്സൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ നല്ലത് എന്ന് പറയുക, കമൻ്റൊക്കെ ഒന്ന് പറയുക. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.